2023 USS പരീക്ഷയിൽ മലയാളം കേരള പാഠാവലിയുമായിട്ട് ബന്ധപ്പെട്ട് വന്ന ചോദ്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ ചോദ്യം, ശരിയായ പദം തിരഞ്ഞെടുത്ത് എഴുതുക. ഉത്കണ്ഠ, 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 ഉത്കണ്ഠ. ഉത്കണ്ഠ എന്ന വാക്ക് തന്നെ വ്യത്യസ്ത രീതിയിൽ എഴുതിയിരിക്കുകയാണ്. ഇതിൽ അക്ഷരത്തെറ്റില്ലാതെ ആ പദം ശരിയായിട്ട് എഴുതിയിട്ടുള്ളത് എങ്ങനെയാണ് ഏതാണ് എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. ഉത്കണ്ഠ എന്ന വാക്ക് ശരിയായ രീതിയിൽ എഴുതിയിരിക്കുന്നത് ബി ആണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഉത്കണ്ഠ എന്ന് എഴുതുന്നത് ഇങ്ങനെയാണ്. രണ്ടാമത്തെ ചോദ്യം, നീണ്ടുരുണ്ട് ഘനം പൂണ്ടുള്ള ബാഹുക്കളും അതിമനോഹരമായ വർണ്ണവും കണ്ടാൽ ആൾ അസാരനല്ലെന്ന് പ്രഥമ ദൃഷ്ടിയിൽ തന്നെ ഏവനും ബോധ്യപ്പെടും. CV രാമൻപിള്ളയുടെ പ്രസിദ്ധമായ ഒരു നോവലിലെ കഥാപാത്രത്തെക്കുറിച്ചാണ് ഇവിടെ പരാമർശിക്കുന്നത്. ഏതാണ് ഈ കഥാപാത്രം? ഓപ്ഷൻ എ കാളിയുടയാൻ ചന്ദ്രക്കാരൻ, ഓപ്ഷൻ ബി മാങ്കോയിക്കൽ കുറുപ്പ്, ഓപ്ഷൻ സി പത്മനാഭൻ തമ്പി, ഓപ്ഷൻ ഡി അനന്ത പത്മനാഭൻ. CV രാമൻപിള്ളയുടെ മാർത്താണ്ഡവർമ്മ എന്ന നോവലിലുള്ള കഥാപാത്രമായിട്ടുള്ള അനന്ത പത്മനാഭനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. ഇതിൽ പറയുന്ന കഥാപാത്രം അനന്ത പത്മനാഭനാണ്. മാർത്താണ്ഡവർമ്മ എന്ന CV നോവലിലെ പ്രധാന കഥാപാത്രമാണ് അനന്ത പത്മനാഭൻ. അടുത്ത ചോദ്യം, വ്യത്യസ്തമായ സഞ്ചാര അനുഭവങ്ങൾ വിവരിക്കുന്ന യാത്രാ വിവരണ ഗ്രന്ഥമായ ഹിമവാന്റെ മുകൾ തട്ടിൽ എന്ന ഗ്രന്ഥം എഴുതിയ സഞ്ചാര സാഹിത്യകാരൻ ആര്? ഹിമവാന്റെ മുകൾ തട്ടിൽ എന്ന സഞ്ചാര സാഹിത്യ കൃതി എഴുതിയിട്ടുള്ളത് രാജൻ കാക്കനാടനാണ്. രാജൻ കാക്കനാടൻ രചിച്ചിട്ടുള്ള സഞ്ചാര സാഹിത്യ കൃതിയാണ് ഹിമവാന്റെ മുകൾ തട്ടിൽ. അതുപോലെ തന്നെ ഹൈമവത ഭൂവിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സഞ്ചാര സാഹിത്യ കൃതിയുണ്ട്. അത് രചിച്ചിട്ടുള്ളത് MP വീരേന്ദ്രകുമാറാണ്. ഹിമാലയ സാമ്രാജ്യത്തിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സഞ്ചാര സാഹിത്യ കൃതിയുണ്ട്. ഇതൊക്കെ ഹിമാലയത്തെ കേന്ദ്രീകരിച്ച് തന്നെ എഴുതിയിട്ടുള്ളതാണ്. ഹിമാലയ സാമ്രാജ്യത്തിൽ എന്നുള്ള കൃതി എഴുതിയിട്ടുള്ളത് SK പൊറ്റക്കാടാണ്. ഓർത്തു വയ്ക്കുക. ഹൈമവത ഭൂവിൽ എന്നുള്ളത് എഴുതിയിട്ടുള്ളത് MP വീരേന്ദ്രകുമാറാണ്. ഹിമാലയ സാമ്രാജ്യത്തിൽ എന്നുള്ള യാത്രാ വിവരണം എഴുതിയിട്ടുള്ളത് SK പൊറ്റക്കാടാണ്. ഇവിടെ ഹിമവാന്റെ മുകൾ തട്ടിൽ എന്നുള്ള കൃതി എഴുതിയിട്ടുള്ളത് രാജൻ കാക്കനാടനാണ്. അടുത്ത ചോദ്യം, വീണ വായിക്കുന്നവർ എന്നർത്ഥം വരുന്ന ഒറ്റപ്പദം കണ്ടെത്തുക. വീണ വായിക്കുന്നവർ എന്നർത്ഥം വരുന്ന ഒറ്റപ്പദം കണ്ടെത്തുക. ഓപ്ഷൻ എ വീണക്കാർ, ഓപ്ഷൻ ബി വീണ വായനക്കാർ, ഓപ്ഷൻ സി വൈണികർ, ഓപ്ഷൻ ഡി വീണ വിദ്വാൻമാർ. വീണ വായിക്കുന്നവർ എന്നർത്ഥം വരുന്ന ഒറ്റപ്പദം കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞത് ഇതിൽ തന്നെ ഒറ്റപ്പദമായിട്ട് 2 ഓപ്ഷനുകളേ ഉള്ളൂ. ഇവ രണ്ടും ഒറ്റപ്പദങ്ങളല്ല. വൈണികർ എന്നുള്ളതാണ് വീണ വായിക്കുന്നവരെ പറയുന്ന ഒറ്റപ്പദം. ഓപ്ഷൻ സി ആണ് ഉത്തരം. നെല്ലധികം പാടം എന്നത് ചേർത്തെഴുതിയാൽ കിട്ടുന്ന ഒറ്റപ്പദം എന്ത്? 4 ഓപ്ഷനുകളുണ്ട്. നെൽ അധികം പാടം എന്നുള്ളത് ചേർത്തെഴുതുമ്പോൾ പകാരം ഇരട്ടിക്കുന്നുണ്ട്. നെൽപ്പാടം. ഇങ്ങനെയാണ് ശരിയായിട്ട് നെല്ലധികം പാടം എന്നുള്ളത് എഴുതുക. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യം, കരിവീട്ടിക്കാതൽ പോലുള്ള ഈ തടി പിന്നെന്തിനാ? ഈ വാക്കുകൾ ആരുടേതാണ്? ഓപ്ഷൻ എ ചെമ്മരത്തിയുടേത്, ഓപ്ഷൻ ബി സീതയുടേത്, ഓപ്ഷൻ സി ദ്രൗപദിയുടേത്, ഓപ്ഷൻ ഡി രാധയുടേത്. കരിവീട്ടിക്കാതൽ പോലുള്ള ഈ തടി പിന്നെന്തിനാ? ഈ വാക്കുകൾ ആര് പറഞ്ഞിട്ടുള്ളതാണെന്നാണ് ടെക്സ്റ്റ് ബുക്കിൽ 7ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഓപ്ഷൻ എ ചെമ്മരത്തിയുടേതാണ്. ചെമ്മരത്തിയുടേത് എന്നതാണ് ഉത്തരം. കതിരന്നൂർ വീരൻ എന്ന് പറയുന്ന തെയ്യവുമായിട്ടൊക്കെ ബന്ധപ്പെടുന്നതാണ് ഈ ഒരു ഭാഗം. അടുത്ത ചോദ്യം, ഇരുൾ തൊപ്പി പൊക്കി പതുക്കെ പ്രഭാതം ചിരിക്കാൻ ശ്രമിക്കും. ഇവിടെ ചിരിക്കാൻ ശ്രമിക്കുന്നത് ആര്? ഓപ്ഷൻ എ കണിക്കൊന്ന, ഓപ്ഷൻ ബി പ്രഭാതം, ഓപ്ഷൻ സി സൂര്യൻ, ഓപ്ഷൻ ഡി സന്ധ്യ. ഇരുൾ തൊപ്പി പൊക്കി പതുക്കെ പ്രഭാതം ചിരിക്കാൻ ശ്രമിക്കും. ആരാണ് ചിരിക്കാൻ ശ്രമിക്കുന്നത്? പ്രഭാതം ചിരിക്കാൻ ശ്രമിക്കും. അപ്പം ഓപ്ഷൻ ബി ആണ് ഉത്തരം. പ്രഭാതമാണ് ഇവിടെ ചിരിക്കാൻ ശ്രമിക്കുന്നത്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി കണ്ടെത്തി എഴുതുക. S ഗുപ്തൻ നായർ തിരയും ചുഴിയും, ബി തോന്നിയാക്ഷരങ്ങൾ ONV കുറുപ്പ്, ഓപ്ഷൻ സി നരനായും പറവയായും CV ബാലകൃഷ്ണൻ, ഓപ്ഷൻ ഡി
ആത്മകഥയ്ക്കൊരാമുഖം, ലളിതാംബിക അന്തർജനം. 4 കൃതികളുടെയും എഴുത്തുകാരുടെയും പേരുകളാണ് ചോദ്യത്തിൽ തന്നിട്ടുള്ളത്. ഇതിൽ നിന്ന് തെറ്റായ ജോഡിയാണ് കണ്ടെത്തേണ്ടത്. ഓപ്ഷൻ സി ആണ് തെറ്റായിട്ടുള്ള ജോഡി. നരനായും പറവയായും എന്നുള്ള കൃതി CV ബാലകൃഷ്ണന്റേതല്ല. നരനായും പറവയായും എന്നുള്ള കൃതി എഴുതിയിട്ടുള്ളത് സന്തോഷ് ഇച്ചിക്കാനമാണ്. സന്തോഷ് ഇച്ചിക്കാനത്തിന്റെ കഥാസമാഹാരമാണ് നരനായും പറവയായും എന്നുള്ളത്. സന്തോഷ് ഇച്ചിക്കാനത്തിന്റെ കഥാസമാഹാരമാണ് നരനായും പറവയായും എന്നുള്ളത്. അടുത്ത ചോദ്യം. ആ കുട്ടിയെ സമാധാനിപ്പിച്ച് തിരിഞ്ഞു നടക്കുമ്പോൾ നിമിഷങ്ങൾക്ക് മുൻപ് നക്ഷത്രം പോലെ ജ്വലിച്ചു നിന്ന കണ്ണുകൾ ചുവന്നു കലങ്ങുന്നത് ഞാൻ കണ്ടു. അടിവരയിട്ട പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ആ കുട്ടിയെ സമാധാനിപ്പിച്ച് തിരിച്ചു നടക്കുമ്പോൾ നിമിഷങ്ങൾക്ക് മുൻപ് നക്ഷത്രം പോലെ ജ്വലിച്ചു നിന്ന കണ്ണുകൾ ചുവന്ന് കലങ്ങുന്നത് ഞാൻ കണ്ടു. അടിവരയിട്ട പദം എന്ന് പറയുന്നത് ചുവന്ന് കലങ്ങുന്നത് എന്നാണ്. ഇതുകൊണ്ട് അടിവരയിട്ട പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? സന്തോഷമുണ്ടായി, സങ്കടമുണ്ടായി, മുഖം മൃദുലമായി, പരിഹാസമുണ്ടായി. ആ കുട്ടിയെ സമാധാനിപ്പിച്ച് തിരിച്ചു നടക്കുമ്പോൾ നിമിഷങ്ങൾക്ക് മുൻപ് നക്ഷത്രം പോലെ ജ്വലിച്ചു നിന്ന കണ്ണുകൾ ചുവന്നു കലങ്ങുന്നത് കണ്ടു. അപ്പം അതിന്റെ മുൻപ് സന്തോഷത്തിലായിരുന്നു എന്ന് മനസ്സിലാക്കാം. അതുവരെ ജ്വലിച്ചു നിന്ന കണ്ണുകൾ ചുവന്ന് കലങ്ങുകയാണ്. അപ്പൊ സങ്കടമുണ്ടായി എന്നുള്ള അർത്ഥത്തിലാണ് ഈ പ്രയോഗം ഉപയോഗിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. സങ്കടമുണ്ടായി. അടുത്ത ചോദ്യം. തേനിറ്റു വീഴുന്ന പൂക്കൾ ചൊരിഞ്ഞുടൻ മാനിച്ചു കൊമ്പെല്ലാം താഴ്ത്തി നിന്നു. ഇവിടെ കൊമ്പുകൾ താഴ്ത്തി നിന്നതാര്? തേനിറ്റു വീഴുന്ന പൂക്കൾ ചൊരിഞ്ഞുടൻ മാനിച്ചു കൊമ്പെല്ലാം താഴ്ത്തി നിന്നു. ഇവിടെ കൊമ്പുകൾ താഴ്ത്തി നിന്നതാര്? ഓപ്ഷൻ എ മാനുകൾ, ഓപ്ഷൻ ബി മരങ്ങൾ, ഓപ്ഷൻ സി പശുക്കൾ, ഓപ്ഷൻ ഡി മയിലുകൾ. തേനിറ്റു വീഴുന്ന പൂക്കൾ ചൊരിഞ്ഞിടൽ. തേനിറ്റു വീഴുന്ന പൂക്കള് ചൊരിഞ്ഞ ഉടനെ തന്നെ അത് മാനിച്ച് കൊമ്പെല്ലാം താഴ്ത്തി നിന്നു. തേനുറ്റു വീഴുന്ന പൂക്കൾ എവിടെ നിന്നാണ് വീഴുന്നത്? മരങ്ങളിൽ നിന്നാണ് വീഴുന്നത്. അപ്പം കൊമ്പെല്ലാം താഴ്ത്തി നിന്നത് ആരായിരിക്കാം? മരങ്ങളായിരിക്കാം. ഓപ്ഷൻ ബി ആണ് ഉത്തരം. തേനിറ്റു വീഴുന്ന പൂക്കൾ ചൊരിഞ്ഞിടൻ മാനിച്ച് കൊമ്പെല്ലാം താഴ്ത്തി നിൽക്കുന്നത് മരങ്ങളാണ്. മരങ്ങൾ തന്റെ ശാഖകൾ താഴ്ത്തി നിന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. അടുത്ത ചോദ്യം. തോറ്റംപാട്ടുമായി ബന്ധമുള്ള കലാരൂപം താഴെ കൊടുക്കുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ ചവിട്ടുനാടകം, ഓപ്ഷൻ ബി ഒപ്പന, ഓപ്ഷൻ സി കഥകളി, ഓപ്ഷൻ ഡി തെയ്യം. തോറ്റംപാട്ടുമായിട്ട് ബന്ധമുള്ള കലാരൂപം എന്ന് പറയുന്നത് തെയ്യമാണ്. ഉത്തര കേരളത്തിലൊക്കെ പ്രചാരത്തിലുള്ള അനുഷ്ഠാന കലാരൂപമാണ് തെയ്യം. അടുത്ത ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്ന സൂചനകളിൽ നിന്ന് സാഹിത്യകാരൻ ആരാണെന്ന് തിരിച്ചറിയുക. 1 പ്രഗത്ഭനായ സാഹിത്യ നിരൂപകൻ, 2 1919 ഓച്ചിറയിൽ ജനിച്ചു. ആത്മകഥ മനസാ സ്മരാമി. 4ാമത്തെ പോയിന്റ് കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു കാര്യം കണക്ട് ചെയ്യാൻ പറ്റിയാൽ തന്നെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. മനസാ സ്മരാമി എന്ന ആത്മകഥ എഴുതിയിട്ടുള്ളത് ആരാണ്? എസ് ഗുപ്തൻ നായരാണ്. ഉത്തരത്തിൽ എസ് ഗുപ്തൻ നായർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. 4 ഓപ്ഷനുകളാണ് തന്നിട്ടുള്ളത്. MK സാനു, M അച്യുതൻ, എസ് ഗുപ്തൻ നായർ, ജോസഫ് മുണ്ടശ്ശേരി. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. എസ് ഗുപ്തൻ നായർ. മനസാ സ്മരാമി എന്ന ആത്മകഥ എഴുതിയിട്ടുള്ള, കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങളൊക്കെ നേടിയിട്ടുള്ള പ്രശസ്തനായിട്ടുള്ള സാഹിത്യ നിരൂപകനാണ് ആര്? എസ് ഗുപ്തൻ നായർ. അടുത്ത ചോദ്യം. മലമുകളിൽ മഞ്ഞു പെയ്തു, മഴ പോയി, വെയിൽ തിളങ്ങി. ഈ വരികളിലെ ധ്വനി എന്താണ്? മലമുകളിൽ മഞ്ഞു പെയ്തു, മഴ പോയി, വെയിൽ തിളങ്ങി. ഈ വരികളിലെ ധ്വനി എന്താണ്? ഓപ്ഷൻ എ കാലം കടന്നുപോയി, ഓപ്ഷൻ ബി മഴക്കാലം വന്നു, ഓപ്ഷൻ സി മഞ്ഞുകാലം വന്നു, ഓപ്ഷൻ ഡി കാലം മാറുന്നില്ല. മലമുകളിൽ മഞ്ഞു പെയ്തു, മഴ പോയി, വെയിൽ തിളങ്ങി. ഈ വരികളിലെ ധ്വനി, അതായത് 3 ഋതുക്കളെ പറ്റിയിട്ട് പറയുന്നുണ്ട്. കാലം കടന്നു പോകുന്നു, ഒന്നിലധികം ഋതുക്കൾ ഇങ്ങനെ കടന്നു പോകുന്ന സൂചനയാണ് എന്ത് ചെയ്യുന്നത്? ഈ ചോദ്യത്തിൽ നൽകുന്നത്. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും ഉത്തരം? കാലം കടന്നുപോയി എന്നുള്ളതാണ് ഉത്തരം. ഓപ്ഷൻ എ കാലം കടന്നുപോയി. അടുത്ത ചോദ്യം. മത്തയിൽ പടവലവള്ളിയിൽ കുമ്പളത്തിൽ ഇത്തപ്പം, നിങ്ങൾ ചെയ്കെ തുടിപ്പു മമ ചിത്തം. അടിവരയിട്ട പദത്തിന് പകരം പദം കണ്ടെത്തുക. അടിവരയിട്ട പദം എന്ന് പറയുന്നത് ചിത്തം എന്നുള്ളതാണ്. ചിത്തത്തിന് പകരം ഏത് വാക്കാണ് ഉപയോഗിക്കാൻ പറ്റുക എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ കണ്ണ്, ഓപ്ഷൻ ബി കാത്, ഓപ്ഷൻ സി മനസ്സ്, ഓപ്ഷൻ ഡി കൈ. ചിത്തം എന്നുള്ളതുമായിട്ട് ചേരുന്നത് ഏതാണ്? മനസ്സ്. മമ ചിത്തം, എൻ്റെ മനസ്സ് എന്നുള്ള അർത്ഥത്തിലാണ്.
ഓപ്ഷൻ സി ആണ് ഉത്തരം. അടുത്ത ചോദ്യം, റൊമാൻ റൊളാങ്ങിന് നൊബേൽ സമ്മാനം നേടിക്കൊടുത്ത കൃതി ഏത്? ഓപ്ഷൻ എ സെന്റ് ലൂയിസ്, ഓപ്ഷൻ ബി ലൈഫ് ഓഫ് വിവേകാനന്ദ, ഓപ്ഷൻ സി ഇന്റീരിയർ വോയേജ്, ഓപ്ഷൻ ഡി ജീൻ ക്രിസ്റ്റഫ്. റൊമാൻ റൊളാങ്ങിന് നൊബേൽ പ്രൈസ് നേടിക്കൊടുത്ത കൃതി എന്ന് പറയുന്നത് ജീൻ ക്രിസ്റ്റഫ് ആണ്. 1915 റൊമാൻ റൊളാങ്ങിന് നൊബേൽ പ്രൈസ് ലഭിച്ചത്. 1915 റൊമാൻ റൊളാങ്ങിന് നൊബേൽ പ്രൈസ് ലഭിച്ചത്.